പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പലപ്പോഴും പല കാരണങ്ങളാൽ ഹൃദയത്തിൽ മുറിവേറ്റിട്ടുള്ളവരാകാം നാം. പലപ്പോഴും നിസ്സഹായരായി നിൽക്കേണ്ടി വരാറുണ്ട്. ശരീരത്തിൻ്റെ മുറിവുകളേക്കാൾ മനസ്സിൻ്റെ മുറിവുകളാകാം പലപ്പോഴും പലർക്കും വേദനാജനകമാകുന്നത്. താങ്ങാൻ കട്ടിയില്ലാത്ത ഹൃദയങ്ങൾക്ക് ഹൃദയാഘാതങ്ങളും മാനസിക രോഗങ്ങളും ചിലപ്പോൾ ആത്മഹത്യ വരെയും സംഭവിക്കാം. പ്രഷർ കൂടുകയും സ്ട്രോക്ക് വരികയും ചെയ്യുന്നതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഹൃദയമുറിവുകൾ മായ്ക്കുന്നത് ദൈവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ വർഷങ്ങൾക്ക് പിന്നിലേക്ക് കടന്നു ചെന്ന് ഹൃദയത്തിലേറ്റ ഷോക്കുകൾ വിടുതൽ നൽകാൻ പരിശുദ്ധാത്മാവിന് സാധിക്കാറുണ്ട്. പ്രശസ്ത വചനപ്രഘോഷകനായ ബില്ലി ഗ്രഹാം എഴുതി, മനഃശാസ്ത്രജ്ഞർ പോലും ഹൃദയം സൃഷ്ടിച്ച ദൈവത്തെ മാറ്റി നിർത്തി തൻ്റെ ജോലി തുടരാൻ ശ്രമിച്ചാൽ കാലക്രമേണ അവർ തന്നെ മനോരോഗികളാകുകയും പരസ്പരം ചികിത്സിക്കേണ്ടി വരികയും ചെയ്യാമെന്ന്. മനസ്സിന് രോഗമുള്ള ഒരാൾക്ക് താനൊരു മാനസരോഗിയാണെന്ന് സ്വയമേവ തിരിച്ചറിയണമെന്നില്ല. തൻ്റെ ഭവനത്തിലോ ബന്ധുഭവനത്തിലോ അവർ പലതരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. പുലഭ്യം വിളിച്ചു പറയുകയോ അക്രമം കാണിക്കുകയോ ചെയ്യും. ആരോഗ്യമുള്ള ഹൃദയത്തിനുടമയാണ് നാമെങ്കിൽ അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി സംയമനം പാലിക്കുകയാണ് വേണ്ടത്. ഒരു മനോരോഗ ഡോക്ടറോടോ അവരെ ചികിത്സ ചെയ്യുന്ന നേഴ്സിനോടോ രോഗിയിൽ നിന്ന് അക്രമം ഉണ്ടാകുകയോ അവരെ മർദ്ദിക്കാൻ ശ്രമിക്കുകയോ ഒരുപക്ഷെ പുലഭ്യം പറയുകയോ വിസർജനം വാരിയെറിയുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഡോക്ടർമാർ ഒരിക്കലും തിരിഞ്ഞ് അവരോട് അതുപോലെ പെരുമാറുന്നില്ല. അവരോട് കരുണയോടെ മാത്രം അവർ പെരുമാറുന്നു. എന്താണ് ഇത്രമാത്രം വൃത്തികേടുകൾ അയാൾ കാണിച്ചിട്ടും ഡോക്ടർ തിരിച്ചൊന്നും ചെയ്യാത്തത്? നിങ്ങൾക്ക് അയാളെ ഭയമാണോ എന്ന് സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു ഡോക്ടറോടോ ഒരു നേഴ്സിനോടോ ചോദിക്കില്ല. കാര്യം ആ രോഗിയെപ്പോലെ ഡോക്ടറോ നേഴ്സോ മനോരോഗിയല്ല എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. പ്രിയപ്പെട്ടവരെ, ഇതര ഭാഷകൾ സംസാരിക്കാൻ കഴിയും എന്നതുകൊണ്ട് ഒരുവൻ സംസ്കാര സമ്പന്നൻ ആകണമെന്നില്ല. വിദേശത്തായാലും സ്വദേശത്തായാലും ഏത് സംസ്കാരമുള്ള രാജ്യത്തായാലും വചനത്തിൻ്റെ ശക്തി, ദൈവഭയം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇതാണ് ഒരുവനെ സമൂഹത്തിന് നന്മ ചെയ്യിക്കുന്നതും ഉപദ്രവകാരി അല്ലാതാക്കുന്നത്. ദൈവമകനോ ദൈവമകളോ ആക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ്. സമൂഹത്തിലേക്ക് നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും വചനത്തിൻ്റെ അഭിഷേകവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലുമാണ്. അലഞ്ഞു തിരിഞ്ഞ് പല ഭാഷകൾ സ്വന്തമാക്കിയ എത്രയോ പേർ ചില സമയങ്ങളിൽ വൈകൃത രൂപങ്ങളായി മാറുകയും സമൂഹത്തിൽ ദുർഗന്ധം പരത്തുന്നവരായി തീരുകയും ചെയ്യുന്നുവെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തിന്മയാൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ളത് സുവിശേഷം, സദ്വാർത്ത സമൂഹത്തിൽ പങ്കിടാൻ ശ്രമിക്കുന്നവർക്കാണ് എന്ന് നമുക്കറിയാം. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരിലുണ്ട്. അവർ ലോകത്തിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്തവരാണ്. അപ്പോൾ ലോകം അവരെ ദൂഷിക്കുന്നുവെന്ന് തിരുവചനം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഫ്രാൻസിസ് ചേട്ടൻ പ്രേക്ഷിത പ്രവർത്തനത്തിൽ താല്പര്യമുള്ള ഒരു നല്ല അന്മായനായിരുന്നു. തൻ്റെ മകളുടെ വിവാഹം ക്ഷണിക്കാൻ ടൗണിലേക്ക് ഇറങ്ങിയ ഫ്രാൻസിസ് ചേട്ടൻ കച്ചവടക്കാർക്ക് വെഡ്ഡിംഗ് കാർഡ് കൈമാറുമ്പോൾ മദ്യപനായ ഒരു ചെറുപ്പക്കാരൻ ബൈക്കിലെത്തി, എടോ തൻ്റെ മകളും ഞാനും 2 വർഷമായി പ്രണയത്തിലായിരുന്നില്ലേ, എന്തിനാണോ സെക്കൻഡ് ഹാൻഡായി വേറൊരുത്തിൻ്റെ കൂടെ പറഞ്ഞു വിടുന്നത് എന്ന് തുടങ്ങി പല ആക്ഷേപങ്ങളും വിളിച്ചുകൂവി അയാളെ പരസ്യമായി പരിഹസിച്ചു. നിസ്സഹായനായ ആ സഹോദരൻ്റെ അരികിലെത്തി ചിലർ പറഞ്ഞു, ചേട്ടാ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവനിനി വാ തുറക്കില്ല. സൗമ്യനായി നിന്ന് ഫ്രാൻസിസ് ചേട്ടൻ മറുപടി പറഞ്ഞു, എത്രയോ ധ്യാനങ്ങളിലായി ആരാധനകളിലും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ചോദിച്ചതാണ് ക്ഷമയുടെയും ആത്മസംയമനത്തിൻ്റെയും വരം. 10-15 വർഷമായി പ്രാർത്ഥനയും ഉപവാസവുമായി കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഫലങ്ങളും അനുഗ്രഹങ്ങളും വചനം എന്തെന്ന് പോലും തിരിച്ചറിയത്തില്ലാത്ത, ആത്മഫലങ്ങൾ എന്താണെന്ന് അറിയത്തില്ലാത്ത ആ പൊട്ടന് മുമ്പിൽ ഇല്ലാതാക്കണോ? എങ്കിൽ പിന്നെ ഞാനും അവനെപ്പോലെ തരം താഴ്ന്നു പോവില്ലേ? ഞങ്ങൾ തമ്മിൽ എന്താണ് വ്യത്യാസം? ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ സന്തോഷിച്ചിരുന്നു. ആ ആത്മാവ് പോലും എന്നെ ഓർത്ത് സങ്കടപ്പെടുകയും ലജ്ജിക്കുകയും ചെയ്യില്ലേ എന്ന്. പ്രിയപ്പെട്ടവരെ, ആരോഗ്യമില്ലാത്ത ഹൃദയങ്ങളുണ്ട്. പൈശാചിക ശക്തിയുടെ ബന്ധനത്തിൽ കഴിയുന്നവരുണ്ട്. അവർക്ക് തന്നെ അവരെ തിരിച്ചറിയാൻ കഴിയാതെ വരുന്ന, എന്നാൽ ദൈവഭയം അഹങ്കാരത്തിൻ്റെ പിടിയിൽ നിന്നും ഒരു മനുഷ്യനെ രക്ഷിക്കുന്നു. സർവ്വ അധികാരങ്ങളും ഉണ്ടായിരുന്ന ദാവീദ്, ആയിരക്കണക്കിന് സേനാനായകന്മാരും പടത്തലവന്മാരും പടയാളികളും ഉണ്ടായിരുന്ന ദാവീദ് രാജാവ് ഒരു വലിയ ജനാവലിയുടെ മുമ്പിൽ വെച്ച് അവമാനിക്കപ്പെട്ടു.
ഗരയുടെ മകൻ ഷിമിയെ കല്ല് പെറുക്കി എറിയുകയും പട്ടി എന്ന് വിളിക്കുകയും പുലഭ്യം പറയുകയും ചെയ്തു. കുതിരപ്പുറത്തു നിന്നും ചാടിയിറങ്ങിയ സൈന്യാധിപൻ ആ ചത്ത പട്ടിയുടെ കഴുത്ത് ഞാൻ വെട്ടിക്കൊണ്ടുവരട്ടെ എന്ന് ദാവീദ് രാജാവിനോട് ചോദിച്ചു. അപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ അവനോട് ക്ഷമിക്കുമ്പോൾ ദൈവം എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കും, അതുകൊണ്ട് അവനെ വെറുതെ വിട്ടേക്കൂ എന്ന്. കർത്താവ് എൻ്റെ നിസ്സഹായത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും. 2 സാമുവേൽ 16:12. സ്വരയോത്രന്മാരെ, നിങ്ങൾക്കെന്ത് കാര്യം? ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവനത് ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയാൻ ആർക്ക് കഴിയും? സാമുവേൽ 16:10. പ്രിയപ്പെട്ടവരെ, ഓർമ്മിക്കൂ, രാജാവിന് അധികാരമുണ്ടായിരുന്നു, സൈന്യാധിപന്മാരുണ്ടായിരുന്നു. എന്നിട്ടും ദൈവഭയമുണ്ടായിരുന്ന ദാവീദ്, കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ദാവീദ് തൻ്റെ പാവങ്ങൾക്ക് മോചനം ലഭിക്കുവാനായി പരസ്യമായി അപമാനിതനാകാൻ ആയിരങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊടുത്ത ഒരു വചന സത്യമാണ് നമ്മൾ കേട്ടത്. ദുരഭിമാനം കൊണ്ട് അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച് സമൂഹത്തിൽ അവമാനിക്കപ്പെട്ടല്ലോ എന്നോർത്ത് നമ്മൾ തിരിച്ച് ഏത് വിധേനയും പ്രതികാരം ചെയ്യും, ഞാൻ അഭിമാനം നേടിയെടുക്കും എന്ന് തോന്നുന്നെങ്കിൽ അത് ദൈവസന്നിധിയിൽ കനത്ത പരാജയമായിരിക്കുമെന്ന് ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം കൂടെ വസിക്കുന്ന ഒരു മകന് അവനോടൊപ്പം സഹിക്കാൻ ക്രൂശിൽ അപമാനിതനായി മരിച്ച മുറിവേറ്റ ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ടാകും. ദൈവരാജ്യം അവനോടൊപ്പം സഹിക്കുന്നവർക്കുള്ളതാണ്. നാം പരിഹസിക്കപ്പെടുമ്പോൾ, മറ്റുള്ളവർ അതൊരു ആഘോഷമാക്കാൻ ശ്രമിക്കുമ്പോൾ, അവനെ ഞാൻ നിലം പരിശാക്കിയെന്ന് നെഞ്ചു വിരിച്ച് അവർ സമൂഹത്തിൽ പങ്കുവയ്ക്കുമ്പോൾ ഹൃദയത്തിൽ സന്തോഷിക്കണമെന്ന് കർത്താവ് അറിയിച്ചു. അകാരണമായി പീഡിക്കപ്പെടുമ്പോൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമായി മാറും എന്ന തിരുവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു, അപ്പസ്തോലന്മാർ, നമ്മൾ മധ്യസ്ഥം അപേക്ഷിക്കുന്ന വിശുദ്ധർ, തിരുവചന ഗ്രന്ഥം, ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചത് ഈ വഴികളാണ്. ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, പ്രാർത്ഥിക്കുകയല്ലാതെ തിന്മ ചെയ്യരുത്. നിന്നെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ഒരിക്കലും നിങ്ങൾ ശപിക്കരുത്. അല്ലെങ്കിൽ നാമും അവരും തമ്മിൽ എന്ത് വ്യത്യാസം? പ്രിയപ്പെട്ടവരെ, പല കാരണങ്ങളാൽ പല സമയങ്ങളിൽ അവമാനിക്കപ്പെടുകയോ ഹൃദയം തകരുകയോ ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, നിന്നിൽ വസിക്കുന്ന ദൈവാത്മാവ് നിനക്ക് വേണ്ടി ദൈവത്തോട് ആത്മാവിലൂടെ സമ്പാദിക്കുന്ന സമയമാണിത്. കർത്താവിൻ്റെ കരുണയും വാത്സല്യവും നിന്നെ കൈപിടിച്ച് സ്വർഗീയ സമ്മാനത്തിലേക്ക് ഉയർത്തുന്ന സമയമാണിത്. ഗൂഢതയും ഗൂഢതന്ത്രങ്ങളും ചതിയും കെണിയും മെനയുന്ന ഹൃദയങ്ങൾക്ക് മീതെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താലും കാരുണ്യത്താലും ദൈവത്തിലേക്ക് ഉള്ള ദൂരം വളരെയധികം പിന്നിടുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനുള്ള ശക്തിയും അഭിഷേകവും സമാധാനവും ദൈവം നമുക്ക് പങ്കിടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമല്ല നമുക്ക് വില നൽകേണ്ടത്, ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. നമ്മൾ ലോകത്തിൽ നിന്നല്ല സ്വീകരിക്കേണ്ടത്, തിരുവചനമാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത്. തിരുവചനമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെയും നാവിൻ്റെയും ആഹാരം. നിൻ്റെ ഹൃദയത്തിലും നിൻ്റെ അധരത്തിലും എപ്പോഴും ദൈവമുണ്ടാകട്ടെ, തിരുവചനമുണ്ടാകട്ടെ എന്ന് കർത്താവ് നമ്മളോട് വചനത്തിലൂടെ സംസാരിച്ചതിൻ്റെ വിലയും മഹത്വവുമാണ് നമ്മളിലൂടെ ലോകം ദർശിക്കേണ്ടത്. അതിന് നമുക്കിടയാകട്ടെ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ.